അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ അപ്പൂസ് സ്കൂളിൽ പോകാൻ നേരത്ത്, ഇന്നലെ വൈകിട്ടായി ചോദിച്ചു എൻ്റെ അടുത്ത്, ഡാഡി നാളെ വന്നിട്ട് എന്നെ സ്കൂളിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ അവൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എൻ്റെ സ്കൂൾ ബസ് ഉണ്ട്, അതിലാണ് അവൻ പോയി വരുന്നതെല്ലാം. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചോദിച്ചു ഡാഡി എന്നെ വന്ന് കൊണ്ടുപോയി. ഞാനപ്പോൾ ചോദിച്ചത് എന്നാ പറ്റി ഇവൻ എങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം, നാളെയല്ലേ, നാളത്തെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പം ചോദിച്ചു ഡാഡി എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരുമോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. രാവിലെ താഴെ കൊണ്ടുപോയിട്ട് സ്കൂൾ ബസ് കയറ്റി വിടുന്നതിന് മുമ്പേ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡാഡി ഇന്ന് വരത്തില്ല, ഞാൻ ഇന്ന് സ്കൂളിൽ പറയട്ടെ, ഞാൻ ഇന്ന് സ്റ്റേ ബൈക്ക് ചെയ്യുക, എന്നെ വന്ന് ഡാഡി വന്ന് കൊണ്ടുപോകത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ചോദിച്ചപ്പം എനിക്ക് തോന്നി അവൻ്റെ ഒരു ആഗ്രഹമായിരിക്കും. വേറെ പിള്ളേരൊക്കെ അവരുടെ പേരൻസ് വന്ന് കൊണ്ടുപോകുന്നു, നമ്മളവനെ ബസ്സിലല്ലേ കൊണ്ടുവരുന്നത്. അപ്പം എന്നോട് ചോദിച്ചു ഡാഡി എന്ന് കൊണ്ടുവരാം. അപ്പം ഞാനും വിചാരിച്ചെന്നാൽ പാവം ചെറുക്കൻ്റെ ആഗ്രഹമല്ല, എന്നാൽ നടത്തി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാനപ്പം പറഞ്ഞു ശരി ഡാഡി വരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡാഡി വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഡാഡി വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും, വരാമെന്ന് പറഞ്ഞാൽ ഞാൻ വരും, ഇല്ലെങ്കിൽ ഡാഡി അന്നേരപ്പോഴേ പറഞ്ഞതിനെ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എന്നാൽ പിന്നെ അവനിപ്പം സ്കൂൾ വിടുന്ന സമയമായി, ശരിക്കും 12:25. അപ്പോൾ അവനെ പോയി കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ചെന്നിട്ട് അവൻ്റെ നമുക്ക് റിയാക്ഷൻ നോക്കാം. അതേപോലെ തന്നെ ഉണ്ടല്ലോ, അവൻ എന്നാ പറയുമെന്നറിയാം. വണ്ടിക്കകത്ത് കയറിയിട്ട് അവൻ എന്നാ പറയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എത്തി. ഇപ്പം 12:45 ആകുമ്പോഴേ വിടുകയുള്ളൂ. ഇനിയും ഉണ്ട് ഒരു 4 മിനിറ്റ്, 12:41 ആയതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇനി ഒരു 4 മിനിറ്റ് ഉണ്ട്, 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഓഫീസിൽ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പുറത്തെ സൈഡിലാണ് പിള്ളേരെ, അത് അപ്പുറത്തെ സൈഡ് വഴിയാണ് ഇറക്കി വിടുന്നത്. കാരണം ബസ്സെല്ലാം അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഓരോ ഇതനുസരിച്ചിട്ട് അവൻ്റെ ബസ് നമ്പർ 11 ആണ്. അപ്പം 11 പിള്ളേരെല്ലാം അങ്ങനെ മീൻസ് അങ്ങനെയല്ല, ഓരോ ബസ്സിലോട്ടുള്ള പിള്ളേരെയും അതുവഴി അപ്പുറത്തെ സൈഡ് വഴിയാണ് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു ബസ്സൊക്കെ കയറ്റുമ്പോഴത്തേക്കിനും അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പം റെഗുലറായിട്ട് ബസ്സിൽ പോകുന്നില്ല, ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അകത്തിരിക്കാൻ പറഞ്ഞു. അകത്ത് എനിക്കിഷ്ടമല്ല, മീൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ പോകും, നമ്മളൊരു വായി നോക്കിയപ്പോൾ അവിടെ നിൽക്കണ്ടേ. പിന്നെ അതുപോലെ നെറ്റ് എടുത്തില്ല, നെറ്റ് വീട്ടിൽ കുത്തിയിട്ടിട്ടാണ് പോയിരുന്നത്, റൂട്ടർ എടുത്തില്ല. അപ്പോൾ അത് വീട്ടിൽ കുത്തിയിട്ടിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ അവിടെ നിന്ന് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പാട്ടും കേൾക്കാം, നമുക്ക് വീഡിയോ എടുക്കാം. അപ്പം എന്താ വെച്ചാൽ ഇത് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളാണ് കേട്ടോ, UIIS എന്നാണ് ഷോർട്ട്. അപ്പം ഇവിടെ പഠിപ്പിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ എന്നാ വെച്ചാൽ ഞാൻ ഈ വർഷം അപ്പൂനെ മാറ്റുവാണ്. അപ്പൂസിനെ ഞാൻ ഇവരുടെ തന്നെ ആദ്യത്തെ പഴയ സ്കൂൾ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലോട്ട് മാറ്റുവാണ്. അപ്പൂസിന് ഇന്നലെ എൻട്രൻസ് ഉണ്ടായിരുന്നു. അപ്പം എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. ചൊവ്വാഴ്ച റിസൾട്ട് നോട്ടീസ് ബോർഡിൽ ഇടുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം ഇനിവേ. അപ്പോൾ എന്തായാലും അപ്പൂസിന് ഇറങ്ങാൻ സമയമായെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ നോക്കട്ടെ, അപ്പുറത്ത് പോയി നോക്കട്ടെ. വണ്ടി നമ്പർ 23 ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഓക്കെ, എന്നിട്ട് അപ്പൂസിനെ കണ്ട് അപ്പൂസിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൂസേ, ഡാഡി വരുമെന്ന് വിചാരിച്ചായിരുന്നോടാ? നീ വിശ്വസിച്ചില്ലല്ലേ ഡാഡി വരുമെന്ന്? കണ്ടോ കേസ്, ഞാൻ പറഞ്ഞില്ല അവരുടെ വിശ്വാസമില്ല കേട്ടോ. അവൻ വിചാരിച്ച അവരെ പറ്റിക്കുമെന്ന്. അതിൽ കൊച്ചൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ അപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിൽ ചെന്ന് അപ്പൂസിനെ കൂട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ. അപ്പം അത് ഓൾറെഡി എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബസ്സിലാണ് റെഗുലർ വരുന്നത്. അപ്പം ഞാനപ്പം ജസ്റ്റ് ഒന്ന് മിസ്സായി ഡ്രൈവറിനെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടി. കാരണം അവർ പിള്ളേരെ സെർച്ച് ചെയ്യും, അവർ ലിസ്റ്റ് ഉണ്ടല്ലോ അവർക്ക് ആരൊക്കെ വണ്ടി വരുന്നുള്ളൂ. അപ്പം ഞാനിപ്പം വിളിച്ച് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ആണോ, ഞാൻ പോയി ക്ലാസ്സിലൊക്കെ തപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവനെ കാണാഞ്ഞിട്ട് അവർ ഓഫീസിലും പോയി ക്ലാസ്സിലൊക്കെ പോയി അന്വേഷിച്ച്. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഓക്കെ, അവരിപ്പം റിലാക്സ് ആയി. പിന്നെ അവരാണെങ്കിലും ടെൻഷൻ അടിക്കുന്നില്ല പിള്ളേരോടെ പോയി എന്നൊക്കെ ഉള്ളത്. അപ്പം ഇപ്പം ഞാൻ ചെയ്ത ഒരു മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം. നമ്മളിതുപോലെ മറ്റുള്ള ആൾക്കാർ ഇത് കാണുന്നവരും ഇതുപോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരെ റിസീവ് ചെയ്യുമ്പം ജസ്റ്റ് ഓഫീസിലാണേലും ഒക്കെ ഒന്ന് ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ടെൻഷൻ കുറഞ്ഞിരിക്കും. അതേപോലെ തന്നെ പിന്നെ നാളെ പിന്നെ അതും പിന്നെ സ്കൂളുകാരാണെങ്കിലും പറയില്ല, മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അപ്പൂസിൻ്റെ റിയാക്ഷൻ കണ്ടായിരുന്നല്ലോ. അപ്പൂസ് ഒട്ടും എന്താ പറയുക വിശ്വസിച്ചില്ല ഞാൻ വരുമെന്നുള്ള കാര്യം. അപ്പൂസ് ഞാനിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും പെയ്യെ നൈസായിട്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ വിശ്വാസം ഇല്ലാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡാഡി എപ്പോഴും ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാറില്ല ഓരോന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൂസിനെ ശരിക്കും പറ്റിക്കുമായിരുന്നു. ഇപ്പൂസ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ അവനോട് പറയാതെ ഞാൻ വന്ന് കൊണ്ടുപോകാം. അവൻ പറയും ഡാഡി എന്നെ വന്ന് കൊണ്ടുപോകണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അവൻ്റെ കരച്ചിലൊന്നും സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയും ശരി ഞാൻ വന്നോളാം, അന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അത് കേട്ടിട്ടായിരിക്കും അപ്പൂസും അങ്ങനെ വിചാരിച്ചത്, ചിലപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ആശാമ ഇങ്ങനെ പറഞ്ഞു, ചെറുക്കൻ്റെ ഒരു ആഗ്രഹമല്ല, നിങ്ങൾ എന്താളും പോയി കൊണ്ടുവരാതിരിക്കരുത്, എന്തൊക്കെ വന്ന് പറഞ്ഞാലും അവനെ പോയി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, ചെറിയൊരു ആഗ്രഹം. നമുക്ക് അവിടം വരെ പോകേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ട് മാത്രമേ, അവിടം വരെ വണ്ടി എടുത്ത് പോകണം, അവനെ കൊണ്ടുവരണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു, ഇവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് ചെറിയ വീഡിയോ ആണ്, നിങ്ങളപ്പോൾ ഇത് കാണുക, കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അത്രമാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ഒരു പുതിയ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക, നമുക്കിപ്പം അതുപോലെ തന്നെ നമുക്ക് 45,000 കടന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, അത്ര ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.